എൽസമ്മസ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് പുതിയൊരാൾ ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിനാണെന്നറിയാമോ? ഇവിടെ ആൻറ്റീനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുതിയ കുക്കും കൂടി വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുക്ക് വന്നതിന് ശേഷം ഇവിടുത്തെ ഡേ ഇൻ മൈ ലൈഫ് ആൻറ്റി പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഗൈസ്, നിങ്ങളെല്ലാവരും കണ്ട അഭിപ്രായം പറയണേ മക്കളെ. ചേച്ചി, ഞാനാട്ടാണെന്ന് മനസ്സിലായോ? പുതിയ കുക്കൊരാൾ വരുമെന്ന് ഇവിടുത്തെ വാടൻ പറഞ്ഞായിരുന്നു. നിങ്ങളാണോ? അത് ഞാനാ. നിങ്ങളെ പുതിയ ആളായതുകൊണ്ട് ഇവിടുത്തെ ശീലമൊന്നും ചിലപ്പോൾ അറിയാനുണ്ടാവില്ലായിരിക്കും. ഞാനാണ് എൽസമ്മ. ഞാൻ ഇവിടുത്തെ സീനിയർ കുക്ക്. അപ്പം എന്നെ സഹായിക്കാനായിട്ടൊരാൾ ഇവിടെ വേണമെന്നാണ് ഞാൻ അവരോട് പറഞ്ഞത്. എന്നെ സഹായിച്ചാൽ മാത്രം മതി, അല്ലാതെ ഇവിടുത്തെ മെയിൻ കുക്കായിട്ട് കയറി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് ഇവിടെ ഞാനുണ്ട്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നും ഇവിടെ എന്തൊക്കെ കുക്ക് ചെയ്യണം, എങ്ങനെയൊക്കെ കുക്ക് ചെയ്യണം എന്നൊക്കെ ഞാൻ പറയും. ഞാൻ പറയണ കേട്ട് എന്തെങ്കിലും എന്നെ സഹായിച്ച് നിന്നാൽ മാത്രം മതി ഇവിടെ. ശരി. ഇന്ന് ഇനിയിപ്പോൾ ഒന്നും ചെയ്യണം. ഇന്നിപ്പോൾ വൈകിട്ടത്തെ ഇന്ന് ചിക്കനാണ്, അത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഇറച്ചി, മീൻ, മുട്ട, ആ വക സാധനങ്ങൾ ഞാനായിരിക്കും ഉണ്ടാക്കുന്നത്. ബാക്കി പച്ചക്കറികൾ നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി. മനസ്സിലാവുന്നുണ്ടല്ലോ? മനസ്സിലായി ചെയ്തു. ഇതെന്താ മുളക് പൊടിയോ? അല്ല, ഈ മുളക് പൊടിയൊക്കെ എടുത്തോണ്ട് എങ്ങോട്ട് കൊണ്ടുപോകുക? തോരൻ വെക്കാൻ പറഞ്ഞില്ലേ? അതിന് മുളക് പൊടി ഇടണ്ടേ പിന്നെ കറിയിൽ? മുളക് പൊടി എങ്ങാനും തോരനിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ കൈ ഞാൻ അറുക്കും. മറ്റേ മുളക് പൊടിയൊന്നും ഇവിടുത്തെ കറിയിൽ ഇടേണ്ട ആവശ്യമില്ല. മുളക് പൊടിയെന്നല്ല, ഒരു പൊടിയും ഇടരുത് ഇവിടുത്തെ കറികളിൽ. ഒരു പൊടിയും ഇടരുത്. അത് തോരനായാലും ശരി, മെഴുക്കുവരട്ടി ആയാലും ശരി, എന്നായാലും ശരി, ഒരു പൊടിയും ഇടരുത്. വേണമെങ്കിൽ പേരിന് ലേശം ഒരു ഉപ്പിട്ടാൽ മാത്രം മതി. ഒരു ഉരുളിയോ എന്തെങ്കിലും എടുക്കുക, അതിലേക്ക് ഈ പച്ചക്കറി ഇറങ്ങി അങ്ങോട്ട് ഇടുക, ലേശം ഉപ്പിടുക, ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുക, ഇട്ട് പുഴുങ്ങുക. അത്രയും മതി. അല്ലാണ്ട് കൂടുതൽ പൊടിയൊന്നും ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാനൊന്നും നിൽക്കൊന്നും വേണ്ട ഇവിടെ. അല്ല ചേച്ചി, ഈ മുളക് പൊടിയൊന്നും ഇടാതെ പിന്നെ കറിക്ക് എങ്ങനെ പിന്നെ ടേസ്റ്റ് ഉണ്ടാവും? ഇത്രയും ടേസ്റ്റൊക്കെ മതി. ഇവിടുത്തെ പിള്ളേർ ഇത്രയും ടേസ്റ്റുള്ള ഫുഡാണ് എപ്പോഴും കഴിക്കണത്. ഈ പൊടിയെല്ലാം എടുത്ത് പിള്ളേർക്ക് കൊടുക്കാനുള്ള കറിയിലിട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് എന്നെ എടുത്തുകൊണ്ട് പോകും. എൻ്റെ വീട്ടിൽ സാധനം ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് മേടിക്കല്ലേ. അല്ല, നമ്മളിങ്ങനെ ഈ മുളകൊന്നും ഇടാതെ കറിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കറിക്ക് ടേസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞാൽ പിന്നെ പിള്ളേർ പരാതി പറയത്തില്ലേ? പിള്ളേർ പരാതി പറയണതോ? ആര് കേൾക്കാൻ പോണ് പിള്ളേരുടെ പരാതി? എന്തിനാണ് പിള്ളേർ എന്നാ പരാതി പറയും? ഒരു മീറ്റിംഗ് വെക്കും, അതിൽ ഇതുപോലെ വന്ന് എല്ലാവരുടെയും പരാതി ഒന്നിച്ച് കേൾക്കും. എന്നിട്ട് അതിൻ്റെ മേലുദ്യോഗസ്ഥന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ അങ്ങനെ ശരിയാക്കാം, ഇങ്ങനെ ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട് അവരവരുടെ പാട്ടിന് പോകും. നമ്മളെ രണ്ട് വഴക്കം പറഞ്ഞേച്ചു. അല്ലാതെ ഇവിടെ വേറെ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും നടക്കാനൊന്നും പോകുന്നില്ല. അതൊന്നും ഓർത്ത് ഇവിടെ പേടിക്കുകയൊന്നും വേണ്ട. ഇതൊക്കെ ഒരു ടൈപ്പല്ലേ. സാമ്പാർ വയ്ക്കാനൊക്കെ അറിയുമോ? സാമ്പാറൊക്കെ ഞാൻ നന്നായിട്ട് വെക്കും. നിങ്ങളുടെ വീട്ടിൽ വെക്കുന്ന പോലത്തെ സാമ്പാറൊന്നും അല്ല ഇവിടെ വെക്കണം. ഇവിടെ വെക്കണ സാമ്പാർ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ എന്താ, നമ്മൾ കഞ്ഞിവെള്ളം എടുക്കുക, കഞ്ഞിവെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇച്ചിരി മുളക് പൊടിയും കൂടി ഇട്ട് കിടക്കുക, കുറച്ച് കഷ്ണം പേരിനെയും മുങ്ങും കഷ്ണം എടുത്ത് അരിഞ്ഞിടുക, ഒന്ന് ചൂടാക്കുക, അത്രേ ഉള്ളൂ. അതിന് കഞ്ഞിവെള്ളത്തിൽ ആരെങ്കിലും സാമ്പാർ വെക്കൂ? അങ്ങനെ ഇവിടെ സാമ്പാർ അങ്ങനെയാണ് വെക്കുന്നത്. അല്ല, നിങ്ങളുടെ വീട്ടിൽ വെക്കുന്ന പോലത്തെ സാമ്പാർ ഇവിടെ വെക്കേണ്ട കാര്യമില്ല. ഇവിടെ ഞാൻ പറയുമ്പോൾ സാമ്പാർ വെച്ചാൽ മതി. ഇവിടെ വേഗം പോയി സാമ്പാർ ഉണ്ടാക്കുന്ന ഉച്ചക്കത്തൊക്കെ സാമ്പാറാണ്. അവിടെ സാമ്പാർ ഉണ്ടാക്കിയോ? സാമ്പാർ ഉണ്ടാക്കി ഇവനെ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോളാം. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇത്രയും ടേസ്റ്റ് ഒന്നും വേണമെന്നൊന്നും ഇല്ല. ഇന്നിപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയതല്ലേ. ക്ഷമിച്ച്. ഇനി മേലെ ഇത്രയും ടേസ്റ്റ് വരാതെ ശ്രദ്ധിച്ചോണം കേട്ടല്ലോ. പിള്ളേരൊക്കെ കഴിക്കണമല്ലേ, ടേസ്റ്റ് ഇല്ലെങ്കിൽ അവർ തിന്നു പോകും ഇതൊക്കെ. അതെ, നിങ്ങളുടെ പിള്ളേരൊന്നല്ലല്ലോ ഇവിടെ നിൽക്കുന്നത്. എനിക്കും അറിയാൻ പാടില്ല ഇവിടെ നിൽക്കുന്ന പിള്ളേർ ഇത്രയും ടേസ്റ്റിലൊന്നും ഉണ്ടാക്കി കൊടുക്കണ്ട. അത് നമുക്ക് മുതലാകില്ല. ഈ സാധനങ്ങളൊക്കെ വീട്ടിൽ മേടിക്കണമെങ്കിൽ എന്തുമാത്രം കാശാകുമെന്നറിയാവോ? ഇവിടെ ആകുമ്പോഴത്തേക്കും എന്താ, ഇത്രയും പിള്ളേരുള്ളത് കൊണ്ട് ബൾക്കിന് സാധനം കിട്ടും. അപ്പം പിന്നെ അത്രയും പൈസ ഇവിടെ കുറച്ച് ചിലവുള്ളൂ, നമ്മുടെ കയ്യിൽ നിന്ന് മുടക്കുകയും വേണ്ട. ഈ സാധനങ്ങൾ ഞാൻ വീട്ടിൽ എടുത്തുകൊണ്ട് വേണം. എൻ്റെ വീട്ടിൽ പിന്നെ കഞ്ഞിയും കറി വെക്കണ്ടേ. പിന്നെ
ചില ദിവസങ്ങളിലേ ഇവിടുത്തെ പിള്ളേരൊന്നും ചിലപ്പോൾ ഫുഡൊന്നും കഴിക്കാറില്ല. ഇവിടെ വന്നിട്ട് പറയും, കഴിക്കാത്ത ദിവസം ഇവിടെ നമ്മളോട് വന്നിട്ട് പറയും, അരി ഇന്നത്തെ ദിവസം ഞങ്ങൾ കഴിക്കാനുണ്ടാകരുത്, ഞങ്ങൾ പുറത്തുനിന്നേ കഴിക്കുന്നുള്ളൂ എന്ന് പറയും. അപ്പം പിന്നെ നമുക്ക് അത്രയും പിള്ളേർക്കുള്ള കുറച്ചുണ്ടാക്കിയാൽ മതിയല്ലോ. ഈ പിള്ളേർ ഇവിടെ കാശ് എന്ന് വെച്ചാൽ പുറത്തുനിന്ന് മേടിച്ച് കഴിക്കുകയും ചെയ്യും. പിന്നെ നമുക്കെന്ത്. പിന്നെ ഇത് വെച്ച് കഴിഞ്ഞിട്ട് വിളമ്പേണ്ട രീതിയൊക്കെ അറിയാമോ? എങ്ങനെയാണ് എനിക്കറിയത്തില്ല. വിളമ്പേണ്ട രീതി ഞാൻ പറഞ്ഞത്, ഇവിടെ വെജ് കഴിക്കുന്ന പിള്ളേരുണ്ട്, നോൺ വെജ് കഴിക്കുന്ന പിള്ളേരുണ്ട്. ഇനി അഥവാ നോൺ വെജ് കഴിക്കുന്ന പിള്ളേർ പറയുക, ആൻറ്റി എനിക്കിന്ന് ഈ കറി വേണ്ട, എനിക്ക് വെജിൻ്റെ കറി മതിയെന്നെങ്ങാൻ പറഞ്ഞാൽ കൊടുത്തു പോകരുത്. പച്ചച്ചോറ് തിന്നണമെങ്കിൽ തിന്നോട്ടെ, അല്ലെങ്കിൽ വേണേ കുറച്ച് അച്ചാർ വേണമെങ്കിൽ എടുത്ത് കൊടുത്തു, അല്ലാതെ വെജിൻ്റെ കറി ജന്മം ചെയ്താൽ കൊടുക്കരുത്. ഇല്ല, കൊടുക്കത്തില്ലേ. അവിടെ ചില പിള്ളേർക്ക് മീൻകറി ഇഷ്ടമല്ലാത്ത പിള്ളേരുണ്ട്, ബീഫ് അലർജി ആയിട്ടുള്ള പിള്ളേരുണ്ട്, ചിക്കൻ കഴിക്കാത്ത പിള്ളേരുണ്ട്. അങ്ങനെയുള്ള പിള്ളേർക്ക് തന്നെ ഒരു തോരനോ അച്ചാറോ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയില്ലേ, ഒരു പപ്പടവും കൂടി എക്സ്ട്രാ കൊടുത്താൽ മതി. അല്ലാത്ത വെജുകാരുടെ കറി നടത്തി ഇവിടെ കൊടുത്തേക്കൊന്നും ചെയ്യരുത്. ഇല്ല, ഇപ്പോൾ ഏകദേശം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ട് കാണുമല്ലോ. മനസ്സിലായി ചെയ്തു. അപ്പോൾ ഇതുപോലെ വേണം ഇനി എല്ലാ ദിവസവും ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ എൽസന്മാരാണെന്ന് അറിയാമല്ലോ. അപ്പം ഇതൊക്കെയായിരുന്നു കേട്ടോ മക്കളെ ആൻറ്റിയുടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ എല്ലാവർക്കും ബൈ.